ഹായ് ഫ്രണ്ട്സ്, വിജയ് രമേശ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. ബിഗ് ബോസിൻ്റെ 96-ാം ദിവസത്തെ എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. ഇന്നത്തെ ദിവസം ബിഗ് ബോസ് ഹൗസിൽ എന്തൊക്കെ സംഭവിച്ചെന്ന് നോക്കാം. നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദിയുണ്ട്. ബിഗ് ബോസ് തീരാൻ 2 ദിവസങ്ങൾ മാത്രം. 1ാമത്തെ എപ്പിസോഡ് മുതൽ 96-ാം എപ്പിസോഡ് വരെ നിങ്ങൾ തന്ന ഓരോ പ്രോത്സാഹനത്തിനും ഹൃദയംഗമായി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ബിഗ് ബോസ് ഹൗസിൽ എന്തൊക്കെ സംഭവിച്ചു നോക്കാം. നേരെ വീഡിയോയിലേക്ക്. ഹിറ്റ്ലർ മാധവൻകുട്ടി സിനിമയില്ലേ, അതിൽ അക്കരെ നിക്കന ചക്കരമാവൻ ആ പാട്ടാണ് നിട്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും ലൈനായിട്ട് നിന്നൊക്കെ അടിപൊളി ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. സൂപ്പറായിരുന്നു. അതിനുശേഷം എല്ലാവരും ലിവിംഗ് റൂമിൽ നിൽപ്പുണ്ട് കേട്ടോ. ബ്ലൈൻഡ്സ് ഇങ്ങനെ പൊക്കുന്നുണ്ട്. അപ്പോൾ അഭിഷേക് പറയുന്നുണ്ട്, 3 പേര് വന്നിട്ടുണ്ടെന്ന രീതിയിൽ. അതായത് ഗാർഡൻ ഏരിയക്കകത്ത് ഒരു അലമാരയുണ്ട്, അതുപോലെ ഒരു വൈക്കോൽ കൂനയുണ്ട്, ഒരു ബോക്സുമുണ്ട്. 3 പേര് ആരൊക്കെയാവും എന്നുള്ള ആകാംക്ഷയോടെ ഇന്ന സമയത്തുണ്ട്. ഡോർ ഓപ്പൺ ആകുന്നുണ്ട്, എല്ലാവരും ഓടിപ്പോകുന്നുണ്ട്. ഋഷിയും അർജുനൊക്കെ മുന്നേ പോയിട്ട് അലമാര ആദ്യം അർജുൻ തുറക്കുന്നുണ്ട്. അപ്പോൾ തുറന്നപ്പോൾ വേറെ ആരുമല്ല, നമ്മുടെ അൻസിബയാണ് കേട്ടോ. അങ്ങനെ ഋഷി പോയി ഹഗ് ചെയ്യുന്നുണ്ട്. പിന്നെ അർജുൻ ഓടി ഓരോ വൈക്കൽക്കുന ഓപ്പൺ ചെയ്യുന്നു, അതുപോലെ ബോക്സ് എടുക്കുന്നു. അതിലൊന്നും ഇല്ലായിരുന്നു. അലമാരക്കകത്ത് മാത്രമാണ് അൻസിബ ഉണ്ടായിരുന്നത്. അൻസിബയെ കണ്ട സന്തോഷത്തിൽ ഋഷി സ്വയം മറക്കുകയാണ്. എന്താ പറയേണ്ടത്, എല്ലാവരുമായിട്ട് അൻസിബ സന്തോഷം പങ്കുവച്ചതിന് ശേഷം അൻസിബ ഋഷിയോട് പറയണം, തമ്പി എന്താ 5 രൂപ ഡോക്ടർ എങ്കട എന്ന് പറഞ്ഞ് നിന്നെ ഒന്ന് പറ്റിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിനു മുമ്പ് അർജുൻ എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും നീ എന്നെക്കുറിച്ച് പറയുന്ന ഓരോ വീഡിയോസും എൻ്റെ ഫ്രണ്ട്സൊക്കെ എനിക്ക് അയച്ചു തരും. അത് കേൾക്കുമ്പോൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, നീ എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുള്ള രീതിയിൽ. അപ്പോൾ ഋഷി പറയാൻ, ഇവിടെ ഓരോരുത്തർ വന്നാലും ഞാൻ ആദ്യം ഓടിപ്പോയി നോക്കുന്നത് നിന്നെയാണ്. പക്ഷേ ഇപ്പോഴാണ് നീ വന്നത്, താങ്ക് യു ബിഗ് ബോസ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ എയർപോർട്ടിൽ വന്ന സമയത്ത് നിന്നെയും അഭിഷേകനെയൊക്കെ ഒരു കുഞ്ഞു വന്ന് തിരക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അൻസിബ ഋഷിയുമായി സന്തോഷം പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ജാസ്മിനെയും ഗബ്രിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഗബ്രി ജാസ്മിനോട് പറയുന്നു, ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നിനക്ക് പല പ്രശ്നങ്ങൾ ചിലപ്പോൾ നീ നേരിടും. പക്ഷെ നീ നിന്നെ തന്നെ എന്താ പറയുക, സ്വയം ഒന്ന് പറഞ്ഞ് വിശ്വസിക്കണം. മാത്രമല്ല നിൻ്റെ വീട്ടുകാർ പറയുന്നത് നീ കേൾക്കണം. പിന്നെ ബാക്കി ഒന്നിനും നീ പ്രതികരിക്കരുത്. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നല്ലതായാലും ചീത്തയായാലും നീ അതൊന്നും നീ എന്താ മനസ്സിൽ വെക്കാൻ പാടില്ല. അഹങ്കാരം പാടില്ല. നിൻ്റെ ഫാമിലി ഉണ്ടാവും, പിന്നെ ഞാൻ എന്ത് വന്നാലും കൂടെ ഉണ്ടാവും എന്ന രീതിയിൽ ഒരു ഉറപ്പൊക്കെ ഗബ്രി ജാസ്മിന് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സുരേഷിനെ കാണിക്കുന്നുണ്ട് കേട്ടോ. കൺഫെഷൻ റൂം വഴിയിട്ടാണ് സുരേഷ് വന്നിരിക്കുന്നത്. മസിലൊക്കെ കാണിച്ചിട്ട് അപ്പോഴത്തേക്ക് ബിഗ് ബോസ് എന്താണ് ഒരു മാറ്റം കാണുന്നല്ലോ എന്ന രീതിയിൽ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള TV-യിൽ വീട്ടിലുള്ളവരെ കാണിക്കും. അപ്പോൾ അവരോട് സംസാരിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ആണെങ്കിൽ ഗാർഡനിൽ കളിക്കുന്നുണ്ടായിരുന്നേ. ഇപ്പോൾ ഇതാ കേൾക്കുന്ന ഒരു അശരീരി, അർജുൻ നീ എന്താ അവിടെ ചെയ്യുന്നത്? ഗബ്രി നീ ചാടൂ. ചിൻഡോ അത് ആരുടെ ബോട്ടിലാണ് കയ്യിൽ? അയ്യോ സുരേഷ് ഏട്ടൻ എന്നും പറഞ്ഞ് എല്ലാവരും സന്തോഷം കൊള്ളുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കൺവെൻഷൻ റൂമിലിരുന്ന് ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അതിനുശേഷം ബിഗ് ബോസ് പറഞ്ഞു പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പുറത്തേക്ക് വന്ന സമയത്ത് ആദ്യം കാണുന്നത് ഗബ്രിയാണ്. ഹഗ്ഗൊക്കെ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് നടക്കുന്ന പിള്ളേരെ, ഇത് ആരാ എന്നും പറഞ്ഞ് എല്ലാവരും. അടിപൊളി ലുക്കാണല്ലോ. സുരേഷ് അപ്പോൾ ജിൻഡോയോട്, നീ പറഞ്ഞില്ലേ ജയിച്ചു കഴിഞ്ഞാൽ പൈസയൊക്കെ എനിക്ക് തരുമെന്ന്, ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ എനിക്ക് പൈസയൊക്കെ തരണേ എന്ന രീതിയിൽ. അപ്പോൾ ഒരു ക്ലൂ കൊടുത്തതാണോ എന്ന് എനിക്ക് ഡൗട്ട് തോന്നിപ്പോയി കേട്ടോ. ജാസ്മിനോട് നീ ക്ഷീണിച്ചു പോയല്ലോ, യാറാ എടാ പോടാ ഇതൊന്നും പറയണ്ട കേട്ടോ എന്ന രീതിയിൽ സുരേഷ് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാവരും ലിവിംഗ് റൂമിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഗബ്രി സ്പോൺസർ ടാസ്ക് ലെറ്റർ വായിക്കുന്നുണ്ട്. KP നമ്പൂതിരീസ് ടൂത്ത് പേസ്റ്റ് ഉണ്ടല്ലോ, അവരുടെ ഒരു കോൺടെസ്റ്റാണ്. അതായത് ഗാർഡൻ ഏരിയയിൽ പോകുക, അവിടെ ഫോട്ടോ എടുക്കുന്ന രീതിയിൽ ഫോട്ടോ ഫ്രെയിം ഉണ്ട്, അവിടെ നിൽക്കുക. അപ്പോൾ ഒരു കയ്യിൽ പ്ലക്ക് കാർഡും അതിനകത്തുള്ള പോയിന്റുകൾ പറയുക, മറുകൈയിൽ ടൂത്ത് പേസ്റ്റിനും പിടിച്ചിട്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുക. ആരോണോ നല്ലോണം പോസ്റ്റ് ചെയ്യുന്നത് അവർക്ക് ഗിഫ്റ്റ് എന്ന രീതിയിലാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും പിന്നെ ഗാർഡൻ ഏരിയയിൽ പോകുന്നു. അടിപൊളിയായിട്ട് ഫോട്ടോ ഫ്രെയിമിൽ നിന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റൊക്കെ ചെയ്യുന്നു. അതിനുശേഷം എല്ലാവരും ലിവിംഗ് റൂമിൽ വരുന്നുണ്ട്. KP നമ്പൂതിരീസ് ഹെർബൽ ടൂത്ത് പേസ്റ്റിൻ്റെ സ്നേഹ സമ്മാനം സുരേഷ് എല്ലാവർക്കും വിതരണം ചെയ്യുന്നുണ്ട്. ആദ്യം വന്നത് ഋഷിയായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് അൻസിബ പാടുന്നുണ്ട്, കണ്ണിലുണ്ണിയാണേ കണ്ണനാണേ. അപ്പോൾ അഭിഷേക് വന്നപ്പം ധീര 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 ആ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അൻസിബ നല്ല തിളങ്ങി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഋഷി ചോദിക്കും, നീ എന്തോ അടി പാടുന്ന രീതി. അവർ മുഖത്തോട് പോകുന്നൊക്കെ ചിരിക്കുന്ന രംഗമുണ്ടായിരുന്നു. ഒരു ഫൺ മൊമെൻ്റ് ആയിരുന്നു കേട്ടോ അത്. പിന്നീട് ഗ്രാൻഡ് ഫിനാലെ വരാൻ പോകുകയില്ലേ, അതിന് മുന്നോടിയായിട്ട് ബിഗ് ബോസ് നിങ്ങൾക്ക് വേണ്ടി തരും സംഗീത സായാഹ്നം എന്ന് പറഞ്ഞ് എല്ലാവരും ഗാർഡൻ ഏരിയയിൽ ഇരിപ്പുണ്ട്. പ്രസീത ചാലക്കുടി വന്നിട്ട് അടിപൊളിയായിട്ടൊരു പ്രോഗ്രാമൊക്കെ വെച്ച് ലൈവിൽ കണ്ടപ്പോൾ അതെന്തോ പോലെ തോന്നിയത് സത്യം പറഞ്ഞാൽ. പക്ഷേ എപ്പിസോഡ് വന്ന് ടെലികാസ്റ്റ് ചെയ്ത സമയത്ത് കുറച്ച് ബാസൊക്കെ ചേർത്ത് നമുക്ക് ആ പാട്ട് കേട്ടപ്പം ഒരു കാതിൽ ഇമ്പമുള്ളതായിട്ട് തോന്നി. ബസ് അവരെ സ്വാഗതം ചെയ്തിട്ടുണ്ടായിരുന്നു. കലാഫോ മണിക്കേറ്റ ഒരു സമർപ്പണമായിരുന്നു കേട്ടോ പ്രോഗ്രാം. അങ്ങനെ ഞാനും എൻ്റെ എളിയനും കൂടി തൊട്ടുവരമ്പിൽ പോകുമ്പോൾ ചേനത്തണ്ടൻ ആ പാട്ട് പ്രസീത പാടി. പിന്നെ വേറൊരാൾ മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ,
കൂട്ടിനു ഞാനും വന്നോട്ടെ. സത്യത്തിൽ ഈ പാട്ട് പാടി കണ്ട സമയത്തുണ്ടല്ലോ മണിച്ചേട്ടൻ്റെ മുഖം ഇങ്ങനെ ഓർമ്മയിൽ തിളഞ്ഞു വന്നു. ഭയങ്കര വിഷമമായിപ്പോയി. എന്തായാലും ഈ പ്രോഗ്രാം BB+ കാണിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ജാസ്മിനും ഗബ്രിയും സംസാരിക്കുന്ന രംഗമാണ് കാണിക്കുന്നത്. എനിക്കിവിടെ ഇപ്പം നുണ പറയാനേ പറ്റുന്നുള്ളൂ, സത്യം പറയാൻ പറ്റാത്ത അവസ്ഥയാണ്, നീ ഒന്ന് മനസ്സിലാക്കുക, ഞാൻ നിന്നെ കാണാനാണ് വന്നത് എന്ന് ഗബ്രി പറയുകയാണ്. നിന്നെ ഒന്ന് ഹാപ്പി ആക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്, നീ ഞാൻ ഡെസ്പ് ആകരുത്. അപ്പോൾ ജാസ്മിൻ, ഞാൻ നിൻ്റെ അടുത്ത് വന്നിരുന്നു, നീ സഡനായിട്ട് എണീറ്റ് പോകുന്നു. അപ്പോൾ ഗബ്രി പറയാൻ, ഞാൻ നിൻ്റെ നല്ലതിന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത്, അത് നിനക്ക് പുറത്തിറങ്ങുമ്പോൾ മനസ്സിലാകുമെന്ന് അവരുടെ ഒരു സംഭാഷണം അവിടെ നടക്കുന്നുണ്ട്. ആ സമയം തന്നെ ശരണ്യയും അതുപോലെ തന്നെ നമ്മളെ യമുനയും അവിടെ സംസാരിക്കുന്നു. ഈ കുട്ടി എനിക്ക് ഈ കുട്ടി മനസ്സിലാകുന്നില്ല, ഞാൻ അവളോട് തന്നെ പോയി പറഞ്ഞു, നീ എനിക്ക് ഇൻകംപ്ലീറ്റ് ആണെന്ന്. ഇപ്പോൾ ഗബ്രി ഒരു ഡിസ്റ്റൻസ് വെച്ച് അവളോട് ഇടപെടുന്നത്, പക്ഷെ അവൾ അങ്ങോട്ട് എന്താണ് എത്ര പേരുടെ ലൈഫ് വെച്ച് ഈ കുട്ടി കളിക്കുന്നത്, അവളുടെ പേരൻസ് വീട്ടിൽ നിന്ന് വന്ന് പറഞ്ഞു, അത് കണ്ടെങ്കിൽ അവൾക്കൊന്ന് ഒതുങ്ങിക്കൂടെ. അപ്പോഴത്തേക്ക് യമുന പറയാണ്, ചീപ്പ് ഗെയിമാണ്. അതേ ചീപ്പ് ഗെയിം, എനിക്ക് അങ്ങനെ തോന്നുന്നത്, നമുക്ക് തന്നെ ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാകുന്നു, അപ്പോൾ പുറത്തുള്ളവരുടെ കാര്യം പറയണോ? അവരിങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം എല്ലാവരും ആക്ടിവിറ്റി റൂമിൽ ഇരിപ്പുണ്ട്. ഒരു സാഡ് മൊമെൻ്റാണ് കേട്ടോ. അതായത് എല്ലാവരും ഇവിടെ വന്നിട്ട് കരച്ചിലും ഒക്കെ വിഷമങ്ങളൊക്കെ ഉണ്ടല്ലോ, മറ്റുള്ളവരോട് കരഞ്ഞ് വിഷമങ്ങൾ പങ്കുവയ്ക്കുന്ന ആ സീനൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ ജിൻഡോ കരയുന്നുണ്ട്, അതുപോലെ തന്നെ ജാസ്മിൻ ഗബ്രിയുടെ ഫോട്ടോ നോക്കി കരയുന്നതും നോറ കരയുന്നതും, ഇതിനകത്തുള്ള ഇവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും അവർക്കുണ്ടാകുന്ന വിഷമങ്ങളൊക്കെ ഒപ്പിയെടുത്ത് എല്ലാവരും കാണിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ബിഗ് ബോസ് പറയുന്നത്, നടന്നതെല്ലാം ചരിത്രം, ഇനി തുടങ്ങാൻ പോകുന്നത് വിചിത്രം. ആ ഒരു സംഭവത്തിന് ശേഷം സുരേഷ് പറയുന്നുണ്ട്, ഇവിടെ അകത്ത് നമ്മൾ വഴക്കൊക്കെ ഇട്ടു, ഒരു ഫാമിലിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നു അതുപോലെ നമ്മൾ ഇവിടെ ആയിരുന്നു, എന്നാൽ നമ്മൾ ഇതിൻ്റെ പുറത്ത് പോകുമ്പോൾ എല്ലാവരും ഒന്നാണ് എന്ന രീതിയിൽ. പിന്നെ കാണുന്നുണ്ടല്ലോ, ജാസ്മിനും ഗബ്രിയും കെട്ടിപ്പിടിച്ച് കരയുന്നു, റസ്മിനും അപ്സരയും കെട്ടിപ്പിടിച്ച് കരയുന്നു. അങ്ങനെ എല്ലാവരും എന്താ പറയുക, ഈ രംഗങ്ങൾ കണ്ട സമയത്ത് എല്ലാവരുടെ മനസ്സൊന്ന് ഒലഞ്ഞു പോകുമല്ലോ. 100 ദിവസമാണല്ലോ ഇവിടെ എന്തൊക്കെയാണ് സംസാരിച്ചത്, ഇവരെന്തൊക്കെയാണ് പറയുന്നത്, ആ ഒരു മൊമെൻറ്റിൽ വന്നു പോകുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ അത് വീണ്ടും അവർക്ക് TV-യിൽ കണ്ട സമയത്ത് എല്ലാവർക്കും വിഷമമായിപ്പോയി. നമ്മുടെ ജിൻഡോ ആണെങ്കിൽ ഗബ്രിയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്, എന്നെ ഇവിടെ എല്ലാവരും ഒറ്റപ്പെടുത്തി എന്ന രീതിയിൽ ജാസ്മിനും വന്ന് നമ്മുടെ ജിൻഡോയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ എന്താ പറയണ്ടേ, വൈകാരികമായ ഒരു നിമിഷമായിരുന്നു കേട്ടോ. ജാസ്മിൻ ഗബ്രിയോട് പിന്നെ അത് പറയുകയുണ്ട്, ഈ വീട്ടിൽ നല്ല ഓർമ്മകളും കുറേ പന്ന ഓർമ്മകളും ഉണ്ടെന്ന്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരിക്കും ഓരോരുത്തർക്കും. ജിൻഡോ രതീഷും കൂടെ സംഭാഷണമാണ് കേട്ടോ. അപ്പോൾ ജിൻഡോ പറയാൻ, ദൈവമേ 100 ദിവസം ഞാൻ ഇവിടെ തള്ളി നീക്കിയത് എങ്ങനെയെന്ന് അറിയില്ല. രതീഷ് പറയാൻ, ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും നിനക്ക് ഇങ്ങനെ ഒറ്റപ്പെടേണ്ടി വരില്ലായിരുന്നു, എൻ്റെ ഗെയിം അത് എങ്ങോട്ടോ പോയി. ജിൻഡോ എന്നിട്ട് പറയുന്നു, ഇവിടെയുള്ള എല്ലാവർക്കും പരസ്പരം സപ്പോർട്ടുണ്ട്, ഒന്ന് കരഞ്ഞാൽ ആശ്വസിപ്പിക്കാനായിട്ട്. ഞാൻ ഒന്ന് കരഞ്ഞാൽ അത് കള്ളക്കരച്ചിലാണെന്ന് പറയുമെന്ന്. അതിനുശേഷം ജാൻമണി ഭയങ്കര കരച്ചിലാണ് കേട്ടോ. ഈ ബിഗ് ബോസ് വീട് അത്രയ്ക്കേറെ ജാൻമണിക്ക് പ്രിയപ്പെട്ടതാണ്, വിട്ടുപോകാൻ ഭയങ്കര വിഷമം. പക്ഷേ ഇവിടെ വരുന്നവരെല്ലാവരും അത് തന്നെയാണ് പറയുന്നത്. ചില വ്യക്തികൾ മാത്രം ബിഗ് ബോസ് വീടിനെ കുറിച്ച് കുറ്റം പറയുന്നു, അതെനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്നുള്ളത്. ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പക്ഷേ ഇവിടെ പൂജയും അഭിഷേക് ശ്രീയും ഒരു ഡിസ്കഷൻ നടക്കുകയാണ്. അപ്പോൾ അഭിഷേകിനോട് പൂജ പറയുകയാണ്, നീ എന്തിനാ ഇങ്ങനെ മനസ്സിൽ വെച്ച് ഉരുകുന്നത്, ഷെയർ വിത്ത് സംബഡി, എനിക്ക് എന്നോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ പറയ്, എന്തിനാ ഇങ്ങനെ നമ്മുടെ ഇമോഷൻസ് മറ്റൊരാളോട് പറഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് കുറച്ചൊന്ന് ആശ്വാസം കിട്ടത്തുള്ളൂ. അപ്പോൾ അഭിഷേക് പറഞ്ഞു, ഞാൻ അങ്ങനെ എൻ്റെ ഇമോഷൻസ് മറ്റുള്ളവർ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഞാൻ തോറ്റുപോയി എന്നുള്ളൊരു തോന്നൽ. എൻ്റെ പൊന്നു കുഞ്ഞെ, നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങൾ പറയാൻ പറ്റുന്ന ഒരാളോടെങ്കിലും പറയുക, എന്നാൽ എല്ലാ കാര്യം എല്ലാവരോടും പറയേണ്ടത് മാത്രമേ പറയാവൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് എപ്പിസോഡ് തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ BB+ പോകാം. എല്ലാവരും ഇത് ആക്ടിവിറ്റി ഏരിയയിൽ ഇരിപ്പുണ്ട്. അപ്പോഴത്തേക്കും വാതിൽ തുറന്ന് ആര് വന്നെന്നറിയാവോ, നിഷാൻ നല്ല അടിപൊളി ലുക്കിൽ സാരിയൊക്കെ കൊടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരുമായി കണ്ട് സന്തോഷം പങ്കുവയ്ക്കുന്നുണ്ട്. നിഷാനയ്ക്ക് ബിഗ് ബോസ് വീട്ടിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞതിന് ശേഷം പവർ റൂമിനെ കുറിച്ച് കാണിക്കുന്നുണ്ട്. ടാസ്കുകൾ കണ്ടു നമ്മൾ, അതുപോലെ തന്നെ വഴക്കുകൾ കണ്ടു, വിഷമിക്കുന്ന കാര്യങ്ങൾ കണ്ടു, ഇനി പവറിലാണ് കാര്യം എന്ന് പറഞ്ഞിട്ടതാ പവർ റൂം കാണിക്കാൻ കേട്ടോ. അടിപൊളി വിഷ്വലായിരുന്നു സത്യം പറഞ്ഞാൽ. നമ്മൾ തുടക്കത്തിൽ കാണിച്ച ആ രംഗങ്ങൾ തന്നെയായിരുന്നു. 3 ചെറിയ റൂം, ഒരു വലിയ റൂം. ഇതിലാണ് പവർ, നോമിനേഷൻ പവർ, ഫുഡ് കഴിക്കാനുള്ള പവർ, ഫുഡ് കഴിപ്പിക്കാതിരിക്കാനുള്ള പവർ, അങ്ങനെ കുറേ പവറുകളെക്കുറിച്ച് ലാലേട്ടൻ്റെ വോയിസിൽ കേൾക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ഇഷ്യൂസ് നടന്നല്ലോ. ആദ്യത്തെ നമ്മുടെ പവർ റൂമിനകത്ത് ഗബ്രി കയറിയ സമയത്ത് അൻസിബ വെള്ളം ചോദിച്ചപ്പോൾ കൊണ്ട് കൊടുത്തില്ല. അപ്പോൾ അങ്ങനെ ഓരോരോ രംഗങ്ങൾ പവർ റൂമിനകത്ത് ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ശ്രീധർ താമരയിൽ കിടക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ അതൊക്കെ കാണിക്കുന്നു. എന്തായാലും ആ വിഷ്വൽ അടിപൊളിയായിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. അതിനുശേഷം നമ്മുടെ നിഷാനൊക്കെ പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ അർജുനെ പോയി പിടിച്ചിട്ട്, നിനക്കൊരു ഹഗ്ഗിന് ഇപ്പോൾ ആവശ്യമുണ്ടല്ലേ,
എന്നിട്ട് രതീഷിനോട് ചോദിക്കും, രതീഷ് ഏട്ടാ ഉണ്ടാ 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 എന്നൊക്കെ പാട്ട് പാടുന്നുണ്ട്. അങ്ങനെ രതീഷും ജിൻഡോയും കൂടി നമ്മുടെ നിഷാനെ എടുത്ത് നേരെ പവർ റൂമിൽ കൊണ്ടിടുന്നു. നീ ഇവിടെ കിടന്ന് അനുഭവിച്ചെന്ന രീതിയിൽ. കാരണം ആദ്യമായിട്ട് ഈ പവർ റൂമിൽ കയറിയിരിക്കുന്നത് നിഷാനൊക്കെ ആണല്ലോ. അതിനുശേഷം അഭിഷേക് നിഷാനും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. എടാ എനിക്ക് ഇവിടെ എന്താ പറയണ്ടത്, ഞാൻ വിചാരിച്ചതുപോലെയല്ല, എനിക്ക് നല്ലോണം ഇവിടെ കളിക്കാൻ പറ്റിയില്ല, ഇവിടെ നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അപ്പോൾ അഭിഷേക് പറയണം, ഞാൻ ആദ്യം വൈൽഡ് കാർഡായിട്ട് വന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ആവാമെന്നു, പിന്നെ കരുതി വേണ്ട ഞാനായിട്ട് നിൽക്കാമെന്നു. അങ്ങനെ ഞാനായിട്ട് തന്നെ നിന്നു, ഇതാ പോകുന്നു, എനിക്ക് ഒരു പ്ലാനും ഇല്ലായിരുന്നു എന്ന രീതിയിൽ. അതിനുശേഷം വീണ്ടും പ്രസിദ്ധ പ്രോഗ്രാം തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ, പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടുന്ന കാശിന് കള്ളം കുടിച്ച് എൻ്റെ മോളെ കഷ്ടത്തിലാക്കല്ലേ വേല ഇതാ, എൻ്റെ മോളെ കഷ്ടത്തിലാക്കല്ലേ വേല ഇതാ. അങ്ങനെ എല്ലാവരും അടിച്ചു പൊളിച്ച് പാട്ടൊക്കെ പാടിയതിന് ശേഷം അവർ പിരിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ ബിഗ് ബോസിൻ്റെ 96 ദിവസത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂവും തീർന്നിരിക്കുകയാണ്. ഇത് ആദ്യമായിട്ട് ആരെങ്കിലും കാണുവാണെങ്കിൽ ഈ പെണ്ണും പിള്ളയ്ക്ക് വട്ടാണോ എന്ന് വിചാരിക്കരുത്. ഇവിടെ എപ്പിസോഡ് തുടങ്ങി അതിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ആരെയും ഞാൻ സപ്പോർട്ട് അങ്ങനെ അധികം ചെയ്യുന്നില്ല. നന്നായിട്ട് കളിക്കുന്നവർ ജയിച്ചു വരട്ടെ, അർഹതപ്പെട്ടവർക്ക് കപ്പ് കിട്ടട്ടെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് കൊടുക്കുക, എനിക്കിഷ്ടമുള്ള വ്യക്തിക്ക് ഞാനും വോട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ആരാണ് കപ്പ് എടുക്കുന്നത്. എന്തായാലും ഇത്രയും സമയം വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദി. നാളത്തെ റിവ്യൂമേ വരാം. അതുവരെ നിങ്ങൾ ഇവിടെ പറയുന്നു ബിജി രമേശ്. ബൈ ബൈ.